ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവനാമം ഉണ്ടാവട്ടെ. ചില സന്ദേശങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കൈൻ കാബേൽ എന്ന് പറയുന്ന സഹോദരങ്ങൾ രണ്ടുപേരിൽ വാക്കുതർക്കത്തിലാണ് കൊലപാതകത്തിൻ്റെ പരമ്പര ഇങ്ങോട്ട് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പിശാചാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അറുക്കാനും മുടിപ്പാനും കൊല്ലുവാനും പിശാച് വരുന്നു. അങ്ങനെ പരമ്പരയുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മനുഷ്യൻ ഇന്നും അതിൻ്റെതായ ലോകത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങൾ വിദ്യലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്നേഹങ്ങൾ തച്ചുടച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനം മനുഷ്യനിൽ നിന്ന് തച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ് പിശാച്. പലരെയും തകർത്തും ഉടച്ചും ജീവിതത്തിൻ്റെ സമാധാനം തല്ലിക്കെടുത്തിയും അവൻ ഈ ലോകത്തിൽ മനുഷ്യരാശിയെ വിഴുങ്ങുവാൻ പദ്ധതികളും പ്ലാനും ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ അവിടുന്നൊക്കെ വിടുതൽ തരുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മെ എതിരായി വരുന്ന അന്ധകാര ശക്തിയെ ബന്ധിച്ച് തകർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും, യേശു ക്രിസ്തുവിന് കഴിയും. പ്രൈസ് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ബലം നൽകുവാൻ കാരണമായി തീരും. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ പിശാചിന് തൊടുവാൻ കഴിയില്ല. പ്രൈസ് ലോർഡ്. ദൈവം ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുന്ന തൻ്റെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങളിൽ ചെയ്യുന്ന ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പ്രൈസ് ലോർഡ് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, വിടിവിപ്പാൻ ആരും കാണത്തില്ല. കാരണം ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞിട്ട് നാം ദൈവസന്നിധിയിൽ നിന്ന് വിട്ട് ദൈവത്തെ മറന്ന് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം മഹാനായ ദൈവമാണ്, ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ പാടില്ല. കാരണം ദൈവത്തെ മറന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ മറന്നു ഈ ലോക ജീവിതത്തിൽ പാപങ്കലമായ ലോകത്തിൽ